ഇന്ന് പകൽക്കാലത്തിൽ സംഘായകൻ ദൈവജനത്തെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടണമേ. ദാസദാസന്മാരുടെ മേൽ അവിടുത്തെ കൃപ പകരുമാറാകണം. കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെ, സഹോദരങ്ങളെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാശയ്ക്കൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. മാനവ മഹത്വങ്ങൾക്ക് യേശു കർത്താവിന്റെ നാമത്തിന്റെയും ആമേൻ. സ്വതവെല്ലാം പ്രിയപ്പെട്ടവർക്ക് കർത്താവിൽ വന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വിശുദ്ധ ആരാധനയ്ക്കായി കൂടി ഒരു വട്ടം അവിടെ അവരുടെ പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ ആരാധന. ദൈവനാമത്തെ മഹത്വം അറിയപ്പെട്ട കൈകാലം അമ്മ ദൈവസന്നിധിയിൽ അമ്മേനെ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് നമ്മളെ എവിടെയായിരുന്നു നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. അമ്മ ദൈവജനത്തിൽ കാണുന്നു, 100 സങ്കീർത്തനത്തിൽ കാണുന്നു, ജീവനുള്ളതൊക്കെയും അവരുടെ നാമത്തെ ഉയർത്തട്ടെ. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിലുള്ള സകലതും അവൻ ജീവജാലങ്ങളും അവൻ മൃഗങ്ങളും പക്ഷികളും സസ്യാദികളും ഒക്കെ അവൻ അവരുടെ നാമത്തെ ഉയർത്തുമ്പോൾ പകൽക്കാലം ദൂതന്മാർ അവരുടെ നാമത്തെ വാഴ്ത്തുമ്പോൾ ഹല്ലേലൂയ. നമുക്കിന്ന് നമുക്ക് 2 പേരായി അവന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവരുടെ നാമത്തെ ഉയർത്താം, വാഴ്ത്താം. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ഭരണാധികാരിയായിരുന്ന കർത്താവ് അവൻ ഭരണാധികാരിയായിരുന്ന സാത്താനെ അവൻ കാൽവരിയിൽ തോൽപ്പിച്ച് അവൻ മരണത്തിനാലെ നീക്കി നമ്മുടെ പൃഥ്വിന്റെ ഭീതി തീർത്ത് നമ്മെ വിടിവിച്ച ഹല്ലേലൂയ രക്ഷിച്ച കർത്താവിനെ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതി ചെയ്ത് സ്തോത്രം ചെയ്ത നാമത്തെ വാഴ്ത്താൻ ചേർന്ന് പാടാം. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശു എന്നുള്ള പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോയാത്ത സ്നേഹിതൻ നേരായിനി. ഇതുപോൽ സ്വജീവൻ തന്നോയാത്ത സ്നേഹിതൻ നേരായിനി. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. Yeah. Yeah.
ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ യേശുവിന്റെ നാമം അത്ഭുതകരമായ നാമം, വിടുതലിന്റെ നാമം. ഹല്ലേലൂയ. തൽക്കാലം നമ്മുടെ മേൽ നീട്ടി ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുന്ന അതിശയകരമായ യേശുവിന്റെ നാമത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. The name of our Lord is a miraculous name. Hallelujah. And when he stretched forth his hand towards us, hallelujah. Praise God. We will be delivered. Hallelujah. We will be touched. We will be transformed. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങൾ, വിടുതലുകൾ, അടയാളങ്ങൾ നടക്കുന്നല്ലോ. ഹല്ലേലൂയ. നിന്ദിതപാത്രരായി നമ്മെ നമ്മുടെ നാഥൻ അനുവദിക്കുകയില്ല. നമ്മെ നിന്ദാപാത്രമായി തീരുവാൻ അനുവദിക്കാതെ ജയലക്ഷ്യമായി വഴിനടന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നവംബർ മാസത്തിന്റെ അവസാന ഞായറാഴ്ച, അവസാന ദിവസം നാം ദൈവത്തിലായിരിക്കുന്നു. 11 മാസങ്ങൾ നമ്മെ വിട്ട് ഈ വർഷം കടന്നു പോകുമ്പോൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം ചെയ്ത അതിശയങ്ങളെ, അത്ഭുത പ്രവൃത്തികളെ ആഴിയിൽ പാതയൊരുക്കിയവൻ. ഹല്ലേലൂയ. ഓ തീയുടെ ബലത്തേക്ക് എടുത്തിയവൻ. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ബലത്തേക്ക് എടുത്തി. ഹല്ലേലൂയ. അതിന്റെ നടുവിലൂടെ നമ്മൾ നടക്കുമാറാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിനെ ആനന്ദിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു. ആ വിടുവിന്റെ കരത്തിനായി ഇന്ന് പകൽക്കാല നന്ദിയുള്ള ഹൃദയത്തോട് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രമർപ്പിച്ചാണ്. ഹല്ലേലൂയ. അത്ഭുതമായ യേശുവിന്റെ നാമത്തെ പാടി വീണ്ടും ആരാധിക്കാം. അത്ഭുതമായ യേശുവിന്റെ നാമം ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തുക. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാ. യേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാ. സന്തോഷമയ Hallelujah.
ആശ്വാസം വിടുതലും അവൻ ധൈര്യവും ഒക്കെ കർത്താവ് പോകുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചതാകുന്നു അതിനുമേ കർത്താവ് വിജയം പ്രാപിച്ചതായി വീട്ടുമാരുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. നല്ല സാക്ഷികളെ കർത്താവ് നീ അവ എഴുന്നേൽപ്പിക്കണം അതുപോലെ സംസാരിക്കാൻ ദാസിനെ കർത്താവ് കർത്താവെ അവൻ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമാനിക്കുന്ന പ്രാർത്ഥന കർത്താവെ. അവൻ അവരുടെ കുട്ടികളെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. അവൻ അവർക്ക് മുന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ ഇടവരുത്തവരുടെ പ്രാർത്ഥിക്കുന്ന കർത്താവയുടെ എല്ലാവരെയും ഓരോ കുടുംബങ്ങളെയും കർത്താവ് എല്ലാവരും നാമം പ്രകടിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. 23-ാം സങ്കീർത്തനം ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 23. We will read this psalm responsibly and give glory to God. എല്ലാവരും ദിവസം എഴുന്നേൽക്കാം. സങ്കീർത്തനം വായനയ്ക്കായി സ്തോത്രം ദിവസത്തിൽ 23-ാം സങ്കീർത്തനം Psalm 23. യഹോവേ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇംഗ്ലീഷ് സോങ്ങിനായി പാട്ടിനായി നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു നിമിഷം ദൈവം നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ നന്ദി പറയാം. നല്ല ഇടയനായി പരിപാലിച്ച ദൈവത്തിന്റെ മുറയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് അല്പസമയം കൂടെ നമുക്ക് ഇംഗ്ലീഷ് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാം. Praise God, Jesus. Oh, praise you, Jesus. Hallelujah. The waters
Hallelujah. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിക്കാം. Lord, Heavenly Father, we thank you and praise you for this wonderful morning that you given us, God. Thank you, Lord, for helping us to gather together in your presence. As the deer panteth for the water, we long for your presence, God. Our soul longs for your soul, your presence, God. Hallelujah. Thank you, Lord, for enabling us to be in your presence this morning, worshiping you in spirit and truth. Hallelujah. We submit ourselves into thy mighty hands. Also the time being given to your hands, O God. Speak to our hearts. In Jesus' mighty name we pray. Amen. Praise God. Please be seated in the presence of God. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ വീണ്ടും വന്ദനം അറിയിക്കുന്നു. ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 23-ാം സങ്കീർത്തനം Psalm 23 is a well-known psalm for all of us. Praise God. I will go through this very quick. Needs to go to practice, so I will go through this psalm very quickly. This morning I was talking to Sunday school kids about this psalm. Psalm 23. 23-ാം സങ്കീർത്തനം നാം എല്ലാവരും നമ്മുടെ ചെറുപ്രായത്തിൽ കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. How many of you have thought that how this psalm is so dear to us, so close to us? നമുക്കെല്ലാം 23-ാം സങ്കീർത്തനം ഏറ്റവും പ്രിയങ്കരമായതുകൊണ്ട് സ്തോത്രം. ചിലപ്പോൾ ചെറിയ സങ്കീർത്തനമായത് അല്ല, ചെറിയ സങ്കീർത്തനമുണ്ട് സ്തോത്രം. എന്നാൽ ഈ സങ്കീർത്തനം ഏറ്റവും പ്രിയങ്കരമായി നമ്മുടെ ജീവിതത്തിൽ മാറിയതിന്റെ കാരണം ദാവീദ് തന്റെ ജീവിതത്തിലെ പ്രതികൂലമായ അനുഭവങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ തനിക്ക് അനുകൂലമാക്കി താൻ അതിനെ സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ക്രോഡീകരിച്ച് ദൈവത്തിലൂടെ കർത്താവിലൂടെ ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലമായ അവസ്ഥകൾ തനിക്ക് അനുകൂലമാക്കി മാറ്റിയ ദൈവസ്നേഹത്തെ ഉയർത്തി പാടുന്ന ഒരു സ്ഥലം. തന്റെ തന്നെ അനുഭവങ്ങളല്ല എഴുതിയിരിക്കുന്നു സ്തോത്രം. It is his own experience. But those experiences were not so pleasing, not so pleasant. വളരെ നല്ല ഒരു ബാല്യമോ കൗമാരമോ യൗവനമോ ഒന്നും അല്ല ദാവീദിനുണ്ടായിരുന്നു സ്തോത്രം. ഒരുപാട് പ്രതികൂലങ്ങൾ. He had to encounter a lot of troubles in his life. First of all, from his own family, it was not a pleasing experience that he had. തന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നത് നമുക്ക് ദാവീദിന്റെ ബാല്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ കൾച്ചർ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മളുടെ സംസ്കാരം അനുസരിച്ച് വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞാണ് ഏറ്റവും സുഖിമാനായി ജീവിക്കുന്നത്. സ്വതന്ത്രം ഒരുപാട് പിള്ളേരൊന്നുമില്ല, എന്നാലും ഏറ്റവും ഇളയത് വരുമ്പോൾ ഒരുപാട് കരുതൽ കൂടും, കെയറിംഗ് വർദ്ധിക്കും. പക്ഷേ അപ്പനമ്മയ്ക്ക് ഒരുപാട് പ്രായമായി ഉണ്ടാകുന്നതായിരിക്കാം മക്കൾ ഇളയ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരോട് യഹൂദ സംസ്കാരത്തില് മൂത്തവർക്കാണ് പലപ്പോഴും പ്രാധാന്യം. സ്തോത്രം. ആദ്യ ജാതം എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രായത്തിൽ അമ്മയുടെ നല്ല പ്രായത്തിൽ ജനിച്ച അമ്മയുടെ നല്ല പ്രായത്തിൽ ജനിച്ച മക്കളായതുകൊണ്ട് അവർക്ക് അധികം പ്രയോജനം കൊടുക്കുന്ന ഒരുപാട് അവകാശങ്ങൾ സ്തോത്രം, അത് സമ്പത്തായാലും മറ്റേത് രീതിയിലായാലും അധികാരങ്ങളൊക്കെ ഉള്ളതാണ്. ഇളയതിലേക്ക് വരുമ്പോൾ ഇതിന്റെ കട്ടി കുറയും സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ മക്കളുടെ ആ ഒരു ഖനം സ്തോത്രം, ഖനഗാംഭീര്യം കുറഞ്ഞ അവസ്ഥയിൽ അവരെ ആ രീതിയിലേക്ക് കണക്കാം. അതാണ് അവരുടെ സംസ്കാരം. ദാവീദ് ഏറ്റവും വലിയ സന്താനമായി ആ ഭവനത്തിൽ ഏറ്റവും ചെറുതായി ജനിച്ചു. എന്നാൽ തന്നെ ഏൽപ്പിച്ചിരുന്ന പണി, പിന്നെ കൊള്ളാവുന്ന പണി ആട്ടിയുടെ ജോലിയാണെന്ന് മാത്രം കരുതി അവനെ വിട്ടപ്പോൾ ദൈവസന്നിധിയിൽ തന്റെ ഒറ്റപ്പെടൽ ദൈവത്തിൽ ഇത്രയും പ്രിയങ്കരനായ ദാവീദ് മാറിയത് തന്റെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ എല്ലായിടത്തും പോയിട്ട് നമ്മുടെ മെടുക്കൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദൈവസന്നിധി വരുന്നതല്ല. സ്വതന്ത്രം തന്റെ ജീവിതത്തിൽ തനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ലായിരുന്ന സമയത്ത് തനിക്ക് ആശ്രയിപ്പാൻ യഹോവയായ ദൈവം ഉണ്ടെന്ന് താൻ പ്രഖ്യാപിച്ച് മാത്രമല്ല അത് പ്രകാരം ജീവിക്കാൻ ആരംഭിച്ചു. നമ്മളെ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്. സ്തോത്രം. ഒരു കാലത്ത് പിതാക്കന്മാർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. അന്ന് എല്ലാവർക്കും പരിമിതിയാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് എല്ലാവർക്കും പരിമിതിയും സ്തോത്രം ബുദ്ധിമുട്ടൊക്കെയുള്ള കാലമാണ്. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് തലമുറയുടെ ആദ്യ തലമുറയിലൊക്കെ ഉള്ള പിതാക്കന്മാർ, അവർക്ക് സംഭവിച്ച കാര്യം അവർ ലോകത്തിൽ ആശ്രയിക്കാതെ, ലോകത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ അനുഭവങ്ങളെ ദൈവത്തോട് ചേർത്ത് ദൈവസന്നിധിയിൽ കടന്നു എന്ന്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്. സ്തോത്രം. ഇന്ന് കേരളക്കരയിൽ പെന്തക്കോസ്തുകാരുടെ പേര് വളരെ സ്തോത്രം ശക്തമായി ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു കാലത്ത് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ
സ്തോത്രം. അല്ലേ, നമുക്കൊക്കെ പ്രത്യേക നിക് നെയിംസ് ഉണ്ട്. പെന്തക്കോസ്തുകാർ കൊടിവെട്ടികൾ, അല്ലേ, സ്തോത്രം, മാർഗം കൂടിയവർ, ഇങ്ങനെയൊക്കെയുള്ള പേരുണ്ട്. ഇന്നതല്ല, ഇന്ന് വേറെ വെട്ട. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ അനുഭവത്തിൽ നിന്ന് മാറിപ്പോവാൻ കാരണം ഒന്നേ ഉള്ളൂ, മറ്റൊന്നും ചിന്തിക്കണ്ട. സ്തോത്രം. നമ്മൾ കുറെ സാഹചര്യം മാറിയതുകൊണ്ട്, സാഹചര്യം ഒന്നും മാറിയിരുന്നു നല്ലൊരു പരിധി വരെ. ദൈവമില്ല എന്നുള്ളതാണ്. സ്തോത്രം. യഹോവയോട് ചേർന്ന നമ്മുടെ അനുഭവങ്ങളെ എന്ന് പറഞ്ഞാൽ വി ആർ സോ മച്ച് കംഫർട്ട് ഓറിയന്റഡ് പീപ്പിൾ. ദാവീദ് പറയുകയാ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഒരു തണുപ്പും ജീവിതത്തെ അനുഭവിച്ചിട്ടില്ലാത്തവരാണ് ദാവീദ്. എല്ലായിടത്തും തിക്താനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം പറഞ്ഞ യഹോവ എന്റെ ഇടയനാണ്. സ്തോത്രം. യഹോവയുടെ നീ എന്താ എങ്ങനെ ആയിപ്പോയെ? എന്റെ ജീവിതത്തിൽ എന്തൊരു സുഖമുണ്ടോ? പറയാ, എന്തായാലും കുഴപ്പമില്ല, അവന്റെ നീതി പാതകളിൽ നടന്നു. He leads me in the path of righteousness. Hallelujah. ഈ ദാവീദിന്റെ അനുഭവം ഇത്ര ശക്തമായി ദാവീദ് അങ്ങനെ ആയി തീരുവാൻ കാരണം, സ്തോത്രം, ദൈവത്തോട് ചേർന്ന അനുഭവങ്ങളെ തനിക്ക് ജയിക്കാൻ, തനിക്ക് സ്വയം തന്റെ ജഡം കൊണ്ട് സ്വയത്തെ ഉയർത്തി തന്റെ മിടുക്കുകൊണ്ടൊക്കെ തനിക്ക് ജയിക്കാവുന്ന മേഖലകളിൽ താൻ തോറ്റുകൊടുത്തു. സ്തോത്രം. എന്നിട്ട് ദൈവസന്നിധിയുടെ അനുഭവങ്ങളെ, തിക്താനുഭവങ്ങളെ ദൈവത്തോട് ചേർത്ത് പറഞ്ഞു. സ്തോത്രം. കൂരിൽ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. Many times we have to walk through the valley of shadow of death. Praise God. It is the valleys where he has to lead his sheep. ആടിനെ കൊണ്ട് താഴ്വരയോട് കടന്നു പോകുമ്പോൾ ഉയരത്തിൽ നിന്ന് ആ സൂര്യന്റെ പ്രഭയൊക്കെ തടയുന്ന വലിയ മലകൾ രണ്ട് സൈഡിലുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇരുട്ടായിപ്പോകും ഒരു സമയം കഴിയുമ്പോൾ. ഇരുട്ടായിപ്പോഴും താൻ ദൈവസന്നിധിയിൽ താൻ ഒറ്റയ്ക്ക് അച്ചറുബാലനായ താൻ ചെറുപ്രായത്തിൽ സ്വതം പറയുക, നിന്റെ വടിയും പോലും ഞാൻ ആശ്വസിപ്പിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ പറഞ്ഞുകൊണ്ട് താൻ മുന്നോട്ട് നീങ്ങുക. ആരും തന്നെ കരുതുവാനില്ല. ആ കൊച്ചിയൊക്കെ കാട്ടിലാണെന്നുള്ള ചിന്തയിലൊന്നും ആർക്കും ഒരു കരുതലില്ല. അഞ്ചാമത്തെ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചത്, യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ. താങ്ക്സ് ഗിവിംഗ് വീക്ക് അല്ലേ നമ്മളെല്ലാം സ്വന്തം ദൈവസന്നിധി. നമുക്കറിയാം, it is holiday weekend, holiday week, and all the people, they long to go to their families. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അമേരിക്കയിലുള്ള എല്ലാവരും മിക്ക ആളുകളും ആഗ്രഹിക്കുന്നു. Many people, they don't have families. ദാവീദും അങ്ങനെയായിരുന്നു. എനിക്ക് കുടുംബം ഉണ്ടായിട്ടും, എന്റെ പിതാവ് ഉണ്ടായിട്ടും, സഹോദരങ്ങൾ ഉണ്ടായിട്ടും ഒക്കെ എന്താ സംഭവിച്ചത്? ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ടതല്ല ദാവീദ്. ദാവീദ് പറയാ, വീട്ടിൽ പന്തിഭോജനം ഒരുക്കുമ്പോ എന്നെ വിളിക്കാറുണ്ട്. പറയാൻ കാരണം എന്താ? ശമൂവേൽ വന്നപ്പോൾ പന്തി ഭോജനത്തിനായപ്പോ ഈ ചെറുക്കനെ ഇവിടെ വിളിക്കാൻ അവർക്ക് തോന്നിയില്ല. സ്തോത്രം. ശമൂവേൽ പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചത്, അല്ലേ? ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, without him we cannot have the feast. Praise God. ദാവീദിന്റെ വീട്ടിൽ ഇത് സ്ഥിരം സംഭവമായിരുന്നു. എപ്പം പന്തി ഭോജനം ഒരുക്കിയാൽ, എപ്പം പാർട്ടി ഉണ്ടെങ്കിൽ ഡേവിഡ് is not present there. അതാ പറഞ്ഞത്. പക്ഷെ അവൻ പറയുക, എന്നെ ആരും വിളിച്ചില്ലെങ്കിലും, എന്നെ അവർക്ക് ഒരു അംഗമായി കൂട്ടിയില്ലെങ്കിലും, നീ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, ദാവീദ് എവിടെ ചെന്നു? ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവിടെ താൻ റിബലായില്ല. സ്തോത്രം. ഹല്ലേലൂയ. താൻ എതിർത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. താന് സ്തോത്രമാ ദൈവനീതിക്കെതിരെ നിൽക്കുവാൻ തയ്യാറായില്ല. സ്തോത്രം. നീക്കറിയാം, ഹല്ലേലൂയ, അനീതിക്കെതിരെ പലപ്പോഴും നമുക്ക് അനീതിയായ കാര്യങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് ശബ്ദം ഉയർത്തണമെന്ന് തോന്നും, നമ്മുടേതായ രീതിയിൽ ചലിക്കാൻ തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവനീതിയിലേക്ക് നാം ആശ്രയിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി വെളിപ്പെടുന്നത്. ഞാൻ പഠിച്ചത്, എന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഞാൻ പഠിച്ചത് യുണൈറ്റഡ് തിയോളജി സെമിനാരി ബാംഗ്ലൂർ, UTC ബാംഗ്ലൂർ. അവിടെ ലിബറേഷൻ തിയോളജിയുടെ, വിമോചനത്തിന്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ വിമോചന ദൈവശാസ്ത്രം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിച്ചാൽ മതി. അതിനെക്കുറിച്ച് പ്രസംഗിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വന്തം അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുക. എവിടെ ദൈവജനം അമർച്ച ചെയ്യപ്പെടുന്നു അവിടെ സ്തോത്രം അതിനെ ശബ്ദം ഉയർത്തി പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു തിയോളജിയാണ് ലിബറേഷൻ തിയോളജി. അത് ലോകത്തെമ്പാടുമുണ്ട്. അതിൽ നിന്ന് ലിബറേഷൻ തിയോളജിയുടെ വിങ്സ് ആയിട്ട് പല തിയോളജികളുണ്ട്. ഫെമിനിസ്റ്റ് തിയോളജി ഉണ്ട്, ഫെമിനിസ്റ്റ് തിയോളജി ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയോളജീസ് ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന ഇടമായതുകൊണ്ട് ഇവിടെ ശബ്ദം ഉയർത്തുവാൻ ആർക്കും കഴിയും. അനീതിയായ പ്രവർത്തികൾക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ഉയർത്തി അനേകരിക്കും അവിടെ അറിയാൻ കഴിയും.
എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി വിധേയപ്പെട്ട് നിന്ന ദൈവദാസന്മാർ എനിക്കറിയാം. സ്തോത്രം. ഞാൻ പെന്തക്കോസ്തുകാരനായി അവിടെ പഠിക്കാൻ പോയി. അവിടെ CSC-കാരും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും അങ്ങനെ പലവിധ അനേക പുരോഹിതന്മാർ പഠിച്ചിറങ്ങിയ ഒരു തിയോളജിക്കൽ കോളേജ് 1910 എഡിൻബറോ കോൺഫറൻസിന് ശേഷം ആരംഭിച്ച മഹനീയമായൊരു വേദപഠനശാല. അനേക ദൈവദാസന്മാർ അവിടെ പഠിച്ചിറങ്ങി. ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യം. കർത്താവിന് ഈ കൃപ നൽകി അവിടെ പഠിപ്പാൻ മാസ്റ്റർ ഡിഗ്രി. അപ്പൊ ഞാൻ ഇന്ന് 2010 ഞാൻ അവിടെ കാര്യമില്ലാത്തത്. ഇന്ന് 16 വർഷമായി. അന്ന് എന്റെ കൂടെ അന്ന് പഠിച്ച അനേകരുണ്ട്. സ്തോത്രം. തിരുത്തൽവാദികളായി റിബലുകളായി ഒക്കെ പഠിച്ചവരുണ്ട്. എന്നാൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ശബ്ദമുയർത്തുവാൻ അവസരമുണ്ടായിട്ടും അത് ഉയർത്താതെ അതിനോട് കീഴ്പ്പെട്ട് ജീവിച്ചവരുമുണ്ട്. സ്തോത്രം. എന്നോട് പഠിച്ചവരൊക്കെ ഇന്ന് അനേക ദൈവസഭകളിൽ ബിഷപ്പുമാരായിട്ട് വലിയ വലിയ ഉന്നത പദവി ലംഘിക്കുന്ന അനേകം. സ്തോത്രം. അവരുടെ ജീവിതം ഇന്ന് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവനീതിക്ക് വിധേയപ്പെട്ടവരുടെ ജീവിതവും. അവരൊന്നും ബന്ധുക്കോസാരൊന്നുമല്ല, ബന്ധുക്കോസാരം ഉണ്ടായിരുന്നു. ദൈവനീതിക്ക് വിധേയപ്പെട്ടവരുടെ ജീവിതവും ദൈവനീതിക്ക് എതിരെ മാനുഷിക നീതിയെ ഉയർത്തുവാൻ ശ്രമിച്ചവരുടെ ജീവിതവും ഇന്ന് പഠിച്ചാൽ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ദൈവനീതിക്ക് നിലനിന്നവരെ ദൈവം മാനിച്ചു, ദൈവം ഉയർത്തി. മറ്റുള്ളവരൊക്കെ മിടുക്കന്മാരായിട്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൂട്ടുകൂട്ടി. ഒരാളുടെ കാര്യം ഞാൻ പറയുന്നത്, അനേകരുടെ ജീവിതം ഞാൻ പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഈ ഞാൻ പഠിച്ചത് ബന്ധുക്കോസുകാരുടെ സെമിനാറിൽ അതുപോലെ പഠിച്ചത്. ഞാൻ അവിടെ ചെന്നാണ് തിയോളജിക്കൽ ഫോർമുലേഷൻ, ദൈവശാസ്ത്രപരമായി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആഴത്തിൽ എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു വേദപഠനശാല. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ലോകത്തിന്റെ നാനാ തുറകളിൽ അനേകം അമേരിക്കയിലുണ്ട്. പഠിച്ച ഗ്രാജുവേഷൻ എന്നോടൊപ്പം പഠിച്ചവരെ, എനിക്ക് മുമ്പ് പഠിച്ചവരെ, എനിക്ക് ശേഷം പഠിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, ദൈവനീതിക്ക് വേണ്ടി നിലകൊണ്ടവരെ ദൈവം മാനിച്ചു. പലരും നിശബ്ദരായിരുന്ന അനീതി സഹിച്ചവരുണ്ട്. അവർക്ക് എന്റെ ആവശ്യമില്ല. അവർക്ക് വേണേ ശബ്ദം ഉയർത്താൻ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാണ്. നമ്മുടെ ബന്ധുസാരെ കേൾക്കൊള്ളുന്നല്ല, അവിടെ ശബ്ദം ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശബ്ദമുയർത്തി അതിന്റെ ശബ്ദം കേൾക്കും. അത്രയ്ക്ക് അവിടെ നിന്നെ അംഗീകരിക്കുന്ന, നിന്നെ കൂടെ നിൽക്കുവാൻ അധ്യാപകര് പോലും നിന്റെ കൂടെ നിൽക്കും. എന്നാൽ അവിടെ ദൈവനീതിക്ക് വേണ്ടി ഞങ്ങൾ പുരോഹിതന്മാരാ, ഞങ്ങൾ ദൈവദാസന്മാരാ. അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്നായിരിക്കും അവർ വന്നത്. അവർ ദൈവദാസന്മാരാ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് നിലകൊണ്ടവരെ ദൈവം ഉയർത്തി. അല്ലാത്തവരൊക്കെ മിടുക്കന്മാരായിരുന്നു, പക്ഷെ അവരൊന്നും ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല. പ്രിയമുള്ളവർ, ഞാൻ പറയുന്നത് വെറുതെ ഒരു അനുഭവമല്ല, എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച അനുഭവം. ഹല്ലേലൂയ. നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റും. നമുക്ക് ദാവീദ് ചെയ്തത്, ദാവീദിന് കയ്യെത്തും ദൂരത്ത് ശൗലിനെ കിട്ടിയിട്ട് ദാവീദ് വെറുതെ വിട്ടു. എന്തുകൊണ്ടാ? ആരോഗ്യമില്ലായിരുന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. വിട്ടതിന്റെ കാര്യം ദൈവനീതിക്ക് നിരക്കാത്തതാണ്. ഞാൻ അടങ്ങിയിരിക്കും, ഞാൻ മിണ്ടാതെ ഇരിക്കും. ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദാവീദിന്റെ ഈ സങ്കീർത്തനം ഏറ്റവും നമുക്ക് പ്രിയമായത് ഇതിനകത്ത് ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ദാവീദിന്റെ മിടുക്കൽ എഴുതിയിരിക്കുന്നത്, ദാവീദിന്റെ പരാജയങ്ങളിൽ, ദാവീദിന്റെ തിക്താനുഭവങ്ങളിൽ ദൈവത്തെ അവർ ഉയർത്തിയതുകൊണ്ടാണ്. ഹല്ലേലൂയ. Praise the Lord. അതുകൊണ്ടാണ് ഹല്ലേലൂയ, I shall dwell in the house of the Lord forever. എന്നേക്കുമായി നിത്യത്തിന്റെ ആലയത്തിൽ വസിക്കും. ഇവിടെ ഒരു നിമിഷം കണ്ണുകളെ ദിവസം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ തിക്താനുഭവങ്ങൾ, വേദന ഉളവാക്കുന്ന അനുഭവങ്ങൾ, അനീതിയുടെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ദൈവത്തോട് ചേർത്ത് നിർത്തി ദൈവത്തെ പറയുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, എന്റെ ശബ്ദത്തെക്കാൾ ദൈവത്തിന്റെ നീതിയുടെ ശബ്ദം ഉയർന്ന് ഒഴിച്ചു നിൽക്കുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ദാവീദിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുരുളായ അവസ്ഥകൾ, അനീതി അനുഭവിക്കേണ്ട അവസ്ഥകൾ, ശബ്ദം ഞങ്ങളുടെ ഉയർത്തുവാൻ കഴിയാത്ത അവസ്ഥകൾ വരുമ്പോൾ അവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിന്റെ വഴി നീതിക്ക് ഹല്ലേലൂയ ഇടം നൽകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അത് അവിടുത്തെ ഹിതമാണല്ലോ. ഞങ്ങളെ രൂപപ്പെടുത്തുന്ന നാളുകളാണല്ലോ. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന നാളുകളാണല്ലോ. അത് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മാനം മഹത്വം അങ്ങേക്ക് യേശുവിന്റെ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Kids will come forward now for the memory verses and they will go for practice after that. Kids, please come.
Hallelujah. Hallelujah. The all that I am, praise the Lord. I never forget the great things He does for me. He bears all my sins, He heals all my diseases, He redeems me from death, and crowns me with tender mercies. Psalms 103, verses 2 to 4. Now repent of your sins and turn to God so that your sins may be wiped away. Acts 3 verses 19. Amen. John 15, verses 1 to 4. I am the true vine, my Father is the gardener. He cuts off every branch in me that bears no fruit, while the branches that do bear fruit, He prunes so that I will be more fruitful. I am clean because of the words that I have spoken to you. As if you remain in me, I will remain in you. You cannot bear fruit itself, it must still be in the vine. And neither can you bear fruit unless you remain in me. Hallelujah. Praise God. Psalms 107 1. Give thanks to the Lord, for He is good, His love endures forever. Amen. John 1 verses 12. But to all who did receive Him, who believed in His name, He gave the right to become children of God. Hallelujah. Luke chapter 2, verse 10 and 11. Then the angel said, Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born this day in the city of David a Savior who is Christ the Lord. Amen. Praise God. Psalm 147 to 5. Great is our Lord, abundant in power, His understanding is beyond measure. The blessing of the Lord makes one rich, and He adds no sorrow to it. Proverbs 10, verse 22. For the mountains shall depart and the hills be removed, but my kindness shall not depart from you, nor my covenant of peace be removed. Isaiah 54 verse 10. Deuteronomy 1 to 6. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I'll say of the Lord, He is my refuge and fortress, my God in whom I trust. Surely He will save you from the foul snare, from the deadly pestilence. He will cover you with His feathers, and from under His wings will not fear the terror night, nor air that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys by day. Hallelujah. The Lord is my light and my salvation, whom shall I fear? The Lord is the strength of my life, of whom shall I be afraid? When the wicked came against me to eat up my flesh, my enemies and my foes, they stumbled and fell. Though an army may rise against me, my heart shall not fear. Though war may rise against me, in this I will be confident. Psalms 27, verse 1 to 3. Amen. Psalm 19, verses 7 to 9. The law of the Lord is perfect, refreshing the soul. The statutes of the Lord are trustworthy, making wise the simple. The statutes of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving light to the eyes. The fear of the Lord is pure, enduring forever. The decrees of the Lord are firm, and all of them are righteous. Psalms 49, verses 1 to 4. Hear this, all peoples, give ear, all inhabitants of the earth. Both low and high, rich and poor together. My mouth shall speak wisdom, the meditation of my heart shall give understanding. I will incline my ear to a proverb, I will disclose my dark saying on the heart. Praise God. Hallelujah. You who took from the ends of the earth, and from farthest corners, saying to you, You are my servant. I have chosen you and not forsaken you. Fear not, for I am with you. Be not dismayed, for I am your God. I will uphold you and help you. I will strengthen you for his right hand. Isaiah 41, verses 9 to 10. Amen. Praise God. The Lord is my rock, who strengthens my hands, my fingers for battle. My steadfast love and my fortress, my stronghold and my deliverer, my shield and whom I take refuge, and who subdues people utterly. Proverbs 144, verses 1 to 2. A wrathful man stirs up anger,
A wrath of man stirs up anger, but he who is slow to anger outlasts contention. The way of the lazy man is like a hedge of thorns, but the way of the upright is like a highway. A wise son makes a glad father, but a foolish man despises his mother. Folly is joy to him who discerns knowledge, but he who walks uprightly is a man of knowledge. Proverbs 15, verses 18 to 21. Praise God. Hallelujah. കാരണം കാതലിൽ കേൾക്കുക ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട യേശുനാരുடைய വാഗ്ദത്തം തീരവേവ കാരണങ്ങൾ നമ്മെ വിട്ടു മായുകയാ യേശുനാരുடைய വാഗ്ദത്തം തീരവേവ കാരണങ്ങൾ നമ്മെ വിട്ടു മായുകയാ ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട സമാധാനമില്ല ഭൂമിയിലാരു തീരത്തിലവിളി പടമുയരുകയായി ധരണി തന്നിൽ സമാധാനമില്ല ഭൂമിയിലാരു തീരത്തിലവിളി പടമുയരുകയായി ധരണി തന്നിൽ ദൈവത്തിൻ കൈകൾ കാലങ്ങൾ കരടിയിൽ രക്ഷിപ്പലവലേശം സാധ്യമല്ല ദൈവത്തിൻ കൈകൾ കാലങ്ങൾ കരടിയിൽ രക്ഷിപ്പലവലേശം സാധ്യമല്ല കാലം കാലങ്ങളിൽ കേൾക്കുക ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട സുഖവണ്ടി ചെന്നു മരിച്ചു നാമിനത്തിൽ മരണത്തെ ജയിച്ച് ശൂന്യതത്തിൽ സുഖവണ്ടി ചെന്നു മരിച്ചു നാമിനത്തിൽ മരണത്തെ ജയിച്ച് ശൂന്യതത്തിൽ കാലവും ശാപവും ജീവിതജയനത്തിൽ സ്വാമികൾക്ക് അവധിക്ക ശാന്തി നൽകി കാലവും ശാപവും ജീവിതജയനത്തിൽ സ്വാമികൾക്ക് അവധിക്ക ശാന്തി നൽകി കാലകാലങ്ങളിൽ കേൾക്കുക ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട ദൈവദൂത കൊണ്ടീരകൾ വീഴ്ത്തിട ആരുവിൻ നവകാലമായിട്ട് സുവിശേഷം ദൈവരാജ്യവാസനമായി നടന്നിരിക്കുന്നു ആരുവിൻ നവകാലമായിട്ട് സുവിശേഷം ദൈവരാജ്യവാസനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വേദഭാഗം ദൈവത്തിൽ വായിക്കാം. എഫെസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
let us read the scriptures, Ephesians 6:1-3. Praise God. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. Children, obey your parents in the Lord, for this is right. Honor your father and mother, which is the first commandment with promise, that it may be well with you and you may live long on the earth. Praise the Lord. Hallelujah. Praise be to God. 10 കൽപ്പനയിൽ ഒന്നാണ് നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. Out of the 10 commandments, one of the commandments is to honor father and your mother. Honor your father and your mother. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതുമ്പോൾ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 5-ാം അധ്യായം മുതൽ കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിനകത്തുള്ള സഹവർത്തിത്വം, അതിനെക്കുറിച്ചുള്ള ആ വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. When Apostle Paul is writing to the church of Ephesians, he is talking about from 5th chapter onwards. He is talking about the family relationship, and he is continuing on to chapter 6 as well. Praise the Lord. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, കുടുംബത്തിനകത്ത്, കുടുംബത്തിന്റെ വേലിക്കകത്തുള്ള, കുടുംബത്തിന്റെ 4 മതിലിനകത്തുള്ള കുടുംബ ബന്ധങ്ങൾ, അതിൽ ദൈവ സാന്നിധ്യം, ദൈവഹിതം, ഹല്ലേലൂയ, സ്തോത്രം ഉണ്ടായിരിക്കണം എന്നുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, ഊന്നി പറയുന്ന ഒരു ലേഖനത്തിന്റെ ഭാഗങ്ങളാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിന്റെ നല്ലൊരു ഭാഗം വരെയും നമുക്ക് കാണുവാൻ കഴിയും. When we read in Ephesians chapter 5, 22 onwards, and Ephesians 6 chapter also, we see that it is talking about the boundaries within the family, and within the family God's name should be glorified. നമ്മുടെ ഈ ദിവസങ്ങളിൽ ഇവ കാര്യങ്ങളൊന്നും ദൈവസഭകളിൽ പലപ്പോഴും പറയുന്ന this is too personal, this is so private, so എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്ന രീതിയാണ് പലപ്പോഴും പ്രസംഗപീഠങ്ങളിൽ നാം കാണുന്നത്. Many times we see that we do not preach these topics from the pulpit because it is considered as too personal and too not too public thing to talk about. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം എന്നുള്ളത്. The word of God clearly says God has established the family. Praise the Lord. നാമൊക്കെ ഏത് കുടുംബത്തിലായിരിക്കണം എന്നുള്ളത് നാം അല്ല തീരുമാനിച്ചത്, ദൈവമാണ് തീരുമാനിച്ചത്. Where we should be born or what family we should be a part of, it is not decided by us but by God. ദൈവം നമുക്ക് ഒരു ചോയ്സ് തരുവായിരുന്നെങ്കിൽ നമ്മളെല്ലാം എവിടെ ജനിച്ചേനെ? If God would have given us a choice, we would have chosen different places. അല്ലേ? എന്നാൽ ദൈവം ആ ചുമതല ദൈവം ഏറ്റെടുത്തു. നിന്നെ ഇവിടാണ്, ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു. ദൈവഹിതപ്രകാരമാണ് നമുക്ക് ലഭിച്ച മാതാപിതാക്കൾ, നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങൾ, നമുക്ക് ലഭിച്ച ജീവിത പങ്കാളികൾ, നമുക്ക് ലഭിച്ച ബന്ധുക്കൾ, എല്ലാവരും, അല്ലെ? ചില പറയോ ഇതുപോലൊരു കുടുംബം എന്നൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ്. നമുക്ക് പിന്നീട് മനസ്സിലാവും എനിക്ക് പറ്റിയ സ്ഥലമാണെന്നുള്ള കാര്യം തമ്പുരാൻ കണക്ക് കൂട്ടി പറഞ്ഞു. Many times we think that we are born in this family and it is all by the will of God and plan of God, and we might not understand it now, but later on we will understand this. Praise the Lord. ദൈവം മനസ്സിലാക്കിയ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ. സ്തോത്രം. ദൈവം നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തിനും ദൈവം അത് നമ്മളെ മനസ്സിലാക്കും. അതുകൊണ്ട് എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Here Apostle Paul is talking about the relationship between the children and the parents. 10 കൽപ്പനയിൽ പറയുന്നത് അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. In the 10 commandments it says that honor your father and your mother. Praise the Lord. അതാണ് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. That's what we read in Exodus 20:12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുക, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. Honor your father and your mother, that your days may be long in the land that the Lord your God is giving you. Praise the Lord. Hallelujah. അപ്പോൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ള വാക്കും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ കാണുന്ന നിന്റെ അപ്പനെ അമ്മയും അനുസരിക്കുക എന്നുള്ള വാക്കും എല്ലാം ചേർത്തിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ക്രോഡീകരിച്ച് പറയുകയാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. എന്നിട്ട് പറയുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. Here we see that Apostle Paul is combining the Old Testament
commandment and the promise together, and he is saying that children, obey your parents in the Lord, for this is right. Honor your father and mother. This is the first commandment with the promise, that it may go well with you and that you may live long in the land. That it may go well with you. The word, the phrase says that it may go well with you. എന്ന് പറഞ്ഞാൽ നിനക്ക് നന്മ ഉണ്ടാകുവാൻ, So that it may go well with you. നിനക്ക് നന്മ ഉണ്ടാകുവാൻ, അടുത്തതായി ദീർഘായുസ്സോടിരിപ്പാൻ, So that you may live long in the land. Praise the Lord. Praise be to God. അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, അനുസരിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ്. Obeying the parents and honoring the parents is one of the foundation verses in the Bible. പ്രിയമുള്ളവരെ, നാം എത്ര മാത്രം മറ്റു കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാലും, എത്ര മാത്രം നമ്മൾ സക്സസ്ഫുൾ, നമ്മൾ വളരെയധികം സ്തോത്രം സക്സസ്ഫുൾ ആയി മാറിയാലും, നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാലും, എത്രമാത്രം കൈയും കാലും ഉയർത്തി ദൈവത്തെ ആരാധിച്ചാലും, അന്യഭാഷ പറഞ്ഞാലും ഒക്കെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയും ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനകളും അതിലേതെങ്കിലും നാം പരാജയപ്പെട്ടെങ്കിൽ ദൈവം നമ്മുടെ ആരാധന അംഗീകരിക്കുന്നില്ല. If you are blessed in a wonderful way through in the worldly ways and even in spiritual ways, and we are worshiping God, but if you are not following the covenants which God has kept for us, it will not be good for us. Praise the Lord. Hallelujah. ഈ കാലങ്ങളിൽ നമ്മുടെ കൾച്ചർ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ അമേരിക്ക വന്ന് നാം ജീവിക്കുന്നു. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് പേരൻസിനെ ടേക്ക് കെയർ ചെയ്യുകയും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ സംസ്കാരം. എന്നാൽ ഇവിടെയുള്ള സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് സംസ്കാരങ്ങളൊന്നും കുറ്റം പറയണ്ട. പക്ഷെ വചനം എന്ത് പറയുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഒരു ദൈവവചനം ജീവിക്കുന്നത്. Our culture might be different from what is in America right now, but our life should be as per what the word is saying, and our actions should be based on the word of God. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ കാര്യം, നമ്മളുടെ കടമയാണ് മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുക എന്നുള്ളത്. First of all, it is children's duty to have obedience in the Lord. അതൊരു കൽപ്പനയാണ്. It's a commandment. It's a command. അതൊരു കൽപ്പനയാണ്. Praise the Lord. It's a command. Children, obey your parents. It's an imperative. കൽപ്പനയാണ്. Obey your parents in the Lord. The verse says that children, obey your parents in the Lord. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവാണ് നമുക്ക് മാതാപിതാക്കളെ നൽകിയത്. നമുക്ക് തന്ന മാതാപിതാക്കൾ കർത്താവിനാൽ നൽകപ്പെട്ടവരാണ്. Our parents are given by God, and God has given us our parents. Praise the Lord. രണ്ടാമതായി അതിന്റെ പശ്ചാത്തലം, the context. നമ്മൾ പശ്ചാത്തലം മനസ്സിലാക്കണം. വാക്യത്തിന്റെ അന്ധമായ അനുസരണമല്ല, പക്ഷെ കർത്താവിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള അനുസരണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. Now when we come to the context of this verse, is that obedience is not blind, but as per the will and authority of God. ദൈവം വെച്ചിരിക്കുന്ന അധികാരം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമാണെങ്കിലും, സ്തോത്രം ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും, ദൈവസഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരങ്ങളാണെങ്കിലും, ദൈവം വെച്ചിരിക്കുന്ന എല്ലാ അധികാരങ്ങളും, രാഷ്ട്രീയപരമായ അധികാരങ്ങളാകട്ടെ, നേതാക്കന്മാരാകട്ടെ, ദൈവം വെച്ചിരിക്കുന്ന അധികാരം, അതോറിറ്റി ദാറ്റ് ഗോഡ് ഹാസ് പ്ലേസ്ഡ്, അതിനെ അംഗീകരിപ്പാൻ നാം ഇടയാകണം, നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. We should be able to accept the authority which God has kept us in our life, whether it is family relationship or in the church authority or the political authority. We should be able to accept that because God has kept us under that authority. Praise the Lord. ദൈവത്തെ അതാണ് കർത്താവിൽ അനുസരിക്കാൻ അല്ല, കർത്താവിൽ അനുസരിക്കാൻ പറയുന്നത്. ഇൻ ദ ലോർഡ് എന്ന വാക്കിന് വളരെ ഭാരമുണ്ട്, അവിടെ വളരെ വെയിറ്റ് ഉണ്ട്. കാരണം ഞാൻ അനുസരിക്കുന്നത് കർത്താവിലാണ്, ദൈവത്തെ ഓർത്താണ്, ദൈവനാമത്തിലാണ്. നമ്മൾ ഒരുപാട് ക്ഷമ പറയുമ്പോൾ ദൈവനാമത്തിലാണ് ക്ഷമിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പക്ഷേ എനിക്കത് ഭാരമാ പ്രയാസം, പക്ഷെ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം അതിനകത്ത് നാം വിളിച്ചു വരുത്തുകയാണ്. So in the Lord is the phrase which is powerful, and we should be able to obey our parents in the Lord. Praise the Lord. Hallelujah. അടുത്തതായി അതിന്റെ ആപ്ലിക്കേഷൻ, ഈ ഒരു അനുസരണം വാക്കിൽ മാത്രമല്ല, children are to submit to their parents guidance and wisdom even when they disagree, but always respect. ഓണർ എന്ന വാക്കിന്റെ അർത്ഥം ബഹുമാന പുരസ്സരം, അവരെ സ്തോത്രം വാല്യൂ, അവർക്ക് വില നൽകി, സ്തോത്രം അവർക്ക് സ്പേസ് നൽകി, സ്തോത്രം ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തെ മാനിച്ച് ഉള്ള ഒരു പ്രവണതയാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. God is desiring from us to respect our parents
and in a way that we are submit to parents' guidance and wisdom. കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിനകത്ത് വാശിയോടെയും വൈരാഗ്യത്തോടെയും നാം ഒരിക്കലും പെരുമാറാൻ പാടില്ല. We should not behave with arrogance and arrogance in the family relationship. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മൾ ജയിക്കുമ്പോഴും ഒരുമിച്ച് ജയിക്കുന്നത്, നമ്മൾ തോൽക്കുമ്പോഴും നാം ഒരുമിച്ച് തോൽക്കുന്നത്. As a family, when we are winning it together. When we are losing losing, we are losing as a family. Praise the Lord. Praise be to God. ഈ കൈ പറയുക, ആഹാരം നല്ല വിഭവസമൃദ്ധമായ ആഹാരം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൈ പറയാ നീ തിന്നണടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിക്കും? So we do have a nice feast in front of us, and the hand is saying you're not able to, you're not supposed to eat. How will we eat that? കൈ പറയാ വയറങ്ങനെ മിടുക്കനാണ്, ഇന്ന് നീ നിറയണ്ട, ഇന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരവിടെ ജയിക്കുന്നത്, ആരവിടെ പോകുന്നത്? So hand is telling to the mouth that today you are not going to eat. I will not allow it. So just imagine who is winning there and who is losing there. കഴിഞ്ഞ ദിവസം ഈ നാട്ടിലൊക്കെ ഈ ഓണസദ്യ കാണുമല്ലോ. അപ്പം അവിടെ ഓണസദ്യയൊക്കെ വിളമ്പുമ്പോൾ രണ്ട് കൈയില്ലാത്തൊരു സഹോദരന് ഒരു സഹോദരി ഇങ്ങനെ വാരി കൊടുക്കുന്നു, സഹായിക്കുക. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ എന്തുണ്ട്? വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. ഒരുപാട് പേര് കണ്ട ഒരു സാധനം. പക്ഷെ എന്താ അതിന് കഴിക്കാനില്ല, കയ്യില്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കത് കഴിക്കാൻ കഴിയുന്നില്ല. ഒരു പരുവത്തിലൊക്കെ എങ്കിലും കഴിക്കുമായിരിക്കും, പക്ഷേ സന്തോഷിച്ച് കഴിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കരമുണ്ടെങ്കിലേ, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചെങ്കിലേ മുമ്പിൽ വിഭവസമൃദ്ധമായത് വെച്ചാലും അത് കഴിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ ഒരുപോലെ. അങ്ങനെ കൈയുണ്ട്, വാ തുറക്കുന്നുണ്ട്, പക്ഷെ നാക്കിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇതെല്ലാം കൂടെ അതുപോലെ തന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ യോജിച്ച് ഹാർമണിയിൽ പോയെങ്കിലേ അവിടെ ജയം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളല്ല നോക്കുന്നത്, മൊത്തം കൂടെ നോക്കുന്നത്. The family is like a body. All the different parts of the body should work together so that one should be able to enjoy the feast. Same manner, the family members should work together, else there will be failure in that. നമുക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടാകാം. നമുക്ക് മാതാപിതാക്കളുമായി കുഞ്ഞുങ്ങൾക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടാകാം, മക്കളുമായി മാതാപിതാക്കൾക്ക് ഉണ്ടാകാം. പക്ഷെ അവിടെ വരേണ്ട ഒരു കാര്യം, അവിടെ അതിനെ സോൾവ് ചെയ്തൊരു കാര്യം എന്നറിയാമോ? അതാ പറയുന്നത് റെസ്പെക്ട്, ബഹുമാനം. ബഹുമാനം എന്ന വാക്ക് ദൈവം ഉപയോഗിച്ച ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. ബഹുമാനമാണ്, പരസ്പര ബഹുമാനം. നമ്മൾ പറയല്ലോ പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ നമ്മൾ പറയും. പരസ്പര ബഹുമാനത്തോടെയുള്ള സഹവർത്തിത്വം അവിടെ വിഷയങ്ങളെ പരിഹരിക്കാനിടയായി. There might be instances where we do not agree with each other. Even in that disagreement, our God is desiring that we should always be respectful. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ ഇതിനൊരു കാരണമുണ്ട്. ദൈവം ഇതിനൊരു വ്യവസ്ഥ വെച്ചിരിക്കുന്ന കാരണം, ഈ മാതാപിതാക്കൾക്ക് നമുക്ക് മുകളിൽ വെച്ചിരിക്കുന്ന കാര്യം. എത്ര നമ്മൾ പ്രായമായാലും, നാട്ടിലൊക്കെ പുറത്തിലുണ്ട്, താനോളം വളർന്നാൽ താനായി കാണണമെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ എന്നും അവർക്ക് ബഹുമാനം നൽകി ജീവിക്കേണ്ടവരാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. As per the God's covenant, God desires us to respect our parents, and parents are kept in an authoritarian position above us. ഇന്ന് ലോകത്ത് നാം കാണുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വിലയും മാതാപിതാക്കൾക്ക് നൽകാതെ ജീവിക്കുന്ന മക്കളുണ്ട്. But in today's world, we see that there are children who do not even give a little bit of respect to their parents. ഇവരാരും വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല, നല്ല പഠനമുള്ളവരും ഉന്നത നിലവാരങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഉന്നത ഇടങ്ങളിൽ അധികാരങ്ങളിൽ ഇരിക്കുന്ന, പക്ഷേ മാതാപിതാക്കൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാത്തത്. It is not that because they are illiterate, they are educated, and they are at the very high positions in the world, and still they do not respect their parents. യൂസഫ് അലി എന്ന് പറഞ്ഞൊരു വലിയ സമ്പന്നനായ വ്യവസായമുണ്ട് കേരളത്തിൽ, മലയാളികൾക്ക് അറിയാം. Malayalis know that there is a Yusuf Ali, a businessman. അദ്ദേഹത്തിന്റെയാണ് ഈ ലുലു മാൾ. The Lulu Mall is of Yusuf Ali. യൂസഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യൂസഫ് അലി തന്നെ കൂടെ ജോലി നോക്കില്ല ചോദിക്കും, എടാ നിന്റെ അപ്പനെ അമ്മനെ സഹായിക്കും. So he as a businessman asks his workers, do you help your parents? ആരെങ്കിലും ചോദിക്കും, തന്റെ കൂടെ താൻ ജോലി കൊടുത്ത് എല്ലാവരും ചോദിക്കും. ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം അതാ. It is one of the interview questions when people join. തന്റെ ഇന്റർവ്യൂവിൽ അത്ര ചോദ്യമുണ്ട്, അപ്പനും അമ്മയും ഉണ്ടോ, അല്ലെങ്കിൽ അമ്മയുണ്ടോ ഒരു ചോദ്യം. Do you have parents? Do you have a father or mother? നിനക്ക് ലഭിക്കുന്നതിൽ ഒരു അംശം അപ്പനും അമ്മയും കൊടുക്കാമെന്ന് നീ തീരുമാനിക്കുന്നു. Have you decided that the amount which you get as a job, will you be able to share that with your parents? ആ ചോദ്യത്തിൽ സ്തോത്രം അവർക്ക് എഗ്രിമെന്റ് ചെയ്യാൻ കഴിയുന്ന ജോലി.
If they do not agree to that, they will not get a job. ഇനി യേശു പറഞ്ഞ ജോലി ചെയ്താലും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടവണ്ണം സഹായം നൽകുന്നില്ലെന്ന് അറിഞ്ഞാൽ അവരുടെ പണി പോക്കാം. So if somebody comes in and they are not helping their parents, then it is difficult for them to survive in that job. അമ്മയുടെ ഫോൺ നമ്പർ വെക്കാൻ പറയും. So he will ask to give the mother's phone number, അപ്പയുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വെക്കാൻ പറയും. father's phone number. ഈ പുള്ളി ഇടയ്ക്ക് റാൻഡമായിട്ട് പലരെ വിളിച്ച് ചോദിക്കുന്നവർ. People say that he calls out the fathers and mothers who. അദ്ദേഹത്തിന് എവിടെ സമയം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ അതൊരു പോളിസി ആയിട്ട് വെച്ചിരിക്കുക. He has kept it as a policy, even though he might not get enough time. അത് ഒരു വശം നിൽക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. Praise the Lord. ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാര വ്യവസ്ഥയെ. So God has kept authority over us. ഈ അധികാര വ്യവസ്ഥയെ, ദൈവം വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയെ പ്രമാണിക്കാത്ത ഏതൊരു കുടുംബവും അതൊരിക്കലും ശുഭപ്പെടത്തില്ല. The family which does not respect the covenant which God has kept over us, or the authority which God has kept over us, that family will not be blessed. Praise the Lord. Praise be to God. ഭർത്താവിനെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ അപ്പനെ ബഹുമാനിക്കാത്ത മക്കൾ ആ ഒരു തരത്തിൽ ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബം ഒരിക്കലും ശുഭപ്പെടത്തില്ല. If in a family, or when the wife is not respecting the husband and the children are not respecting the parents, that family will not be blessed. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. നിങ്ങൾ പറയും, അയ്യോ ഇവിടെ ഇങ്ങനെ ബഹുമാനപ്പെടുന്നത് യാതൊരു കാര്യമില്ല, കൈയിലും ഇതാ, ഒന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ നാം മാനിച്ചേ മതിയാകൂ. ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശം. It is a covenant of God which has been kept, and it is as per the design of God. We cannot question that covenant. We have to obey that covenant. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. The word of God clearly teaches us that respecting parents is equivalent to respecting our God. ദൈവം വെച്ചിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയും ബഹുമാനിച്ച് ഇരിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. It is when we are able to obey the covenant which God has kept over us, it is equivalent to respecting God. അതിന്റെ മറുവശം പറയാം. Let me tell the reverse of that. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ തുല്യമാണ്. When we are working against the covenant of God, that means we are working against God. നീ എത്രമാത്രം കാരണങ്ങൾ നിരത്തിയാലും ഒഴിവൊഴിവ് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരുപാട് ഇതിനകത്ത് നമുക്ക് ഒഴിവൊഴിവ് പറയാൻ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ കാണാം. പക്ഷെ ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതലാണോ നീ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, നിന്റെ മാതാവിനെ പിതാവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. ദൈവ വചനത്തിന്റെ പ്രമാണമാ, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. We might have many reasons and excuses not to obey that particular covenant, but it is God's covenant to respect our parents and love our parents, that as a children we should be able to do that. ഇവിടെ വന്നതുകൊണ്ട് അമേരിക്കയിൽ വന്നുകൊണ്ട് തോന്നിയവരാകാന്നുള്ളതൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ആരറിയാൻ, ആര് ചോദിക്കാൻ ഒന്നും വിചാരിക്കരുത്. ദൈവം ചോദിക്കും. Do not think that you've come to America and you can live your life as per the way you want. Who will ask and who will question me? Don't think like that, but God will question you. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥക്കെതിരെ നാം സഞ്ചരിച്ചാൽ അത് ആരായാലും ദൈവം ചോദിക്കും. ആരും ചോദിക്കാനില്ലെങ്കിലും ദൈവം ചോദിക്കും. അത് നാം മനസ്സിൽ വെച്ചോണം. അതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയെ, ദൈവത്തിന്റെ ലംഘിക്കരുതാത്ത ദൈവത്തെ പാലിച്ച് വേണം നാം കുടുംബ ജീവിതത്തിൽ, അപ്പനും തമ്മിലുള്ള ബന്ധമായാലും, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധമായാലും, മക്കളോടുള്ള ബന്ധമായാലും, ഹല്ലേലൂയ, അമ്മായിമ്മയും മരുമോളുടെ ബന്ധമായാലും, അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ബന്ധമായാലും, എന്ത് തന്നെ ബന്ധങ്ങളായാലും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥക്കെതിരെ നീ സഞ്ചരിച്ചാൽ ദൈവത്തിന്റെ കൊളുത്തും. യാതൊരു സംശയം. If you are traveling against the will of God, against the covenant of God, whether it is between the relationship within the family, God will catch hold of you. ആരും പറഞ്ഞു തരുന്നില്ല. സ്തോത്രം. Nobody will tell you this. പാസ്റ്ററുടെ നമ്മൾ നല്ലവരായിരിക്കും. We will be very good in front of our parents. നിങ്ങളുടെ പാഠത്തിന് എന്തൊരു കാര്യമായിരിക്കും. ഞാൻ എന്നെ തിരക്കാറില്ല, ചെയ്യാറില്ല, പോകാറില്ല, ചോദിക്കാറില്ല. സ്തോത്രം. എനിക്ക് ആ പണിയില്ല. സ്തോത്രം. എന്റെ അടുത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും, ആവശ്യ ഉപദേശം നൽകും. പക്ഷേ നിങ്ങളുടെ ആരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിച്ച് പോയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നീ കണക്ക് പറയരുത്. The Holy Spirit is speaking right now, saying that if you are not able to correct the things which is happening right now, you might have to give explanation in the presence of God. അല്ല, ദൈവത്തിന്റെ പരിപാടി ദൈവം വരച്ച വരെ നമ്മളെ ദൈവത്തിന് അറിയാം എവിടെയാ തൊടേണ്ടത്. God knows where to touch us. ദൈവത്തിന് അറിയാം നമ്മുടെ സെൻസിറ്റീവ് പാർട്ട്, നമ്മൾ മിടുക്കരായിരിക്കും പല സാഹചര്യങ്ങളിലും. പക്ഷെ ദൈവത്തിന് അറിയാം എവിടെ തൊട്ടാൽ ഇവനെ എന്റെ കാച്ചോട്ടിക്കൊണ്ടിരാ എന്ന് ദൈവത്തിന് അറിയാം. ആ മർമ്മം തന്നെ ദൈവത്തോടും
God knows the mystery spot where to touch it, so that we come at the presence of God, at the feet of the God. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം പഠിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം 2-ാം അധ്യായം 51, 52 വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, സ്തോത്രം, അവിടെ പോയി ദേവാലയത്തിൽ പോയി മിടുക്കൊക്കെ കാണിച്ചു. സ്വന്തം ജോലി സ്ഥലത്തും മിടുക്കനാ, എല്ലായിടത്തും മിടുക്കനാ. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? അവനെ ആൾക്കാരെല്ലാം പുകഴ്ത്തി, എന്തോ ജ്ഞാനമാ, എന്തോ സ്മാർട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞു, പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. എങ്ങനെയാ മുതിർന്നു വന്നത്? അപ്പനെ അമ്മയ്ക്ക് കീഴ്പ്പെട്ടതുകൊണ്ട് അവൻ കൃപയിൽ മുതിർന്നു വന്നു, അല്ലെ മുരടിച്ചു പോയത്. In Luke chapter 2, 51-52, we see that our Lord Jesus Christ, he went to the temple and he was able to preach there, and he was very smart there, and people were giving so much of good words for him. And we see that, and he went down from them and came to Nazareth and was submissive to them. And his mother treasured up all these things in her heart. And Jesus increased in wisdom and in stature and in favor with God and man. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അവന് കൊടുത്ത ഭൂമിയിലെ മാതാവ് പിതാവ് അവർക്ക് കീഴടങ്ങി ഇവൻ കർത്താവ് ആ വഴിയാ തെരഞ്ഞെടുത്തതെങ്കിൽ ഞാനും നിങ്ങളുമാരാ. Our Lord Jesus Christ has chosen the path to be submissive unto the worldly, earthly parents. Then who am I and you to disobey that? Praise the Lord. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവ് നൽകിയ അധികാരം. നമ്മൾ വിചാരിക്കും, സ്തോത്രം, ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, നിന്നെ നേരെയാക്കാൻ വേണ്ടിയാ ഇങ്ങനെയുള്ളത് എനിക്ക് തന്നു. So many times we give excuses, but we do not know that those are the excuses because God wants us to be straightened up. ഈ സൈക്കോളജിസ്റ്റിന്റെ ജോലി എന്താണെന്നറിയാമോ? സൈക്കോളജി, മനഃശാസ്ത്രജ്ഞന്മാരുടെ ജോലി. The psychologist, the job of the psychologist is to എന്റെ ആൾക്കാർ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോകുന്നത്, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആൾക്കാർ ഭ്രാന്തുള്ളവർ മാത്രമല്ല പോകുന്നത്. ജീവിതത്തിൽ ഇപ്പം നമ്മൾ പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോകുന്നവർക്ക് എല്ലാം പട്ടായിട്ടൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് വയലന്റ് ആയിട്ടൊന്നുമല്ല. ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പെടൽ, മനസ്സിന് നിയന്ത്രണം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പോയില്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകും, മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോകും. എന്തിനാ അവർ പോകുന്നതെന്ന് അറിയാമോ? Do you know why people visit psychologists even when there is some issues with their mentally? It's not because they are mad or something, but there is other reasons behind it. മനസ്സിന്റെ കാര്യങ്ങൾ പോട്ടെ, In the mind, നമ്മുടെ ശരീരത്തിന് ഡോക്ടറെ അടുത്ത് പോകുന്നത്. let's think about the physical body when we go to a doctor. എന്താ പോകുന്നത്? Why do we go? നമ്മുടെ ശരീരത്തിന് കുഴപ്പമുണ്ടല്ലേ? Our body has got problems. എന്താണെന്ന് എനിക്ക് അറിയില്ല. What is the problem? I do not know. ലക്ഷണങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. I only know the symptoms. ഇതിന്റെ യഥാർത്ഥ കാരണം എനിക്ക് അറിയില്ല. I do not know the actual reason behind it. അത് ശരീരത്തിന്. That is for body. മനസ്സിന് എന്തോ പ്രശ്നമുണ്ട്. For mind there is some problem. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. What is the root cause of that problem? I do not know. അപ്പൊ ശരീരത്തിന് രോഗം വരുന്ന പോലെ മനസ്സിന് രോഗം വരാം. The way the body is having problems, the same manner the mind can also have problems. അതിന്റെ ആരാഞ്ഞറിയാനാണ്, അതിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നാം ഈ ഡോക്ടർമാരുടെ പഠനമുള്ള PhD ഉള്ള ഡോക്ടറുടെ അടുത്ത് ആളുകളുടെ അടുത്ത് പോകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ അതിന് പരിഹാരം കാണാൻ കഴിയും. So we want to find the solution behind that and the cause behind that. That's why we go to the doctors who are PhD and they have got high degrees, and that's why we visit them. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്, സ്തോത്രം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഡോക്ടർമാര് 4 വഴിക്കൂടെ വന്ന് വൈറ്റൽസ് എല്ലാം നോക്കും. എന്താണ് ഈ കുഞ്ഞ് ആരോഗ്യപരമായ കുഞ്ഞാണെന്ന് അറിയാനല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഒരു വലിയ രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരാണ് പാപത്തിന്റെ രോഗം. So whenever a new child is born, the nurses come and check their vitals and all, so that to ensure that they are fit physically. But every child who is born with the sickness of sin. പക്ഷെ ഈ പാപത്തിന്റെ പ്രശ്നത്തിൽ ഒരു കുഴപ്പമുണ്ട്. എല്ലാവരെയും പാപം അപക്യം ഒരുപോലല്ല. എല്ലാവരെയും വ്യത്യസ്തമായ തരത്തിലാണ് പാപം അപക്യം. The sin affects each one of us in a very different manner. ഈ കുഞ്ഞ് ജനിച്ച കുടുംബം, മാതാപിതാക്കൾ, ഇവിടെ ഇതിന്റെ ഹെറിഡിറ്ററി, അതുപോലെ ഇതിന്റെ ജീന്, ഇതിന്റെ എത്നിസിറ്റി, ഇതെല്ലാം അനുസരിച്ചായിരിക്കും അവന്റെയും പാപത്തിന്റെ സ്വഭാവം. So the sinful nature of this baby will be dependent upon the hereditary, ethnicity, and the genetic combination of the family. അതിന് ശാശ്വതമായ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ.
Only Lord Jesus Christ can give you the eternal solution for the sin. പക്ഷെ ശാശ്വതമായ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ വന്നാലും സ്തോത്രം, നാം ജനിക്കുന്ന കുടുംബം, മാതാപിതാക്കൾ, ലഭിക്കുന്ന ജീവിത പങ്കാളി, ലഭിക്കുന്ന തലമുറ, ലഭിക്കുന്ന ദൈവസഭ, പാസ്റ്റർ, മറ്റെല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചാണ് ദൈവം നമ്മെ നേരെയാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. God is preparing the plan to make us straight, considering the family which we are born, the relationship which we have in that family. നമ്മൾ പറയുന്നത് ഇതല്ല, വേറെ ദൈവം പറഞ്ഞ നീ ഒരിക്കലും നേരെയാൻ പോകില്ല. നിനക്ക് നേരെയാകാനുള്ള ഫുൾ മാസ്റ്റർ പ്ലാൻ ഒരുക്കി വെച്ചിട്ട് അതിനെ ഭൂമിയോട് ദൈവം വിട്ടിരിക്കുന്നു. Many times we think that if I was not born in this family, it would have been nice. But God is saying that this plan is perfect for you and this family is perfect for you. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകില്ല? ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിക്കെതിരെ നാം തിരിയുമ്പോഴാണ് നമുക്ക് പലരെയും ഇഷ്ടമല്ലതായി മാറും. When we go against the plan and the covenant and the plan of God which God has kept for us, that is the moment when we have trouble in having get along with the people in our family. അല്ലാതെ എന്റെ ഭാര്യയുടെ പ്രശ്നമല്ല, എന്റെ അപ്പന്റെ അമ്മയുടെ പ്രശ്നമല്ല, എന്റെ പിള്ളേരുടെ പ്രശ്നമല്ല, ഇത് എന്റെ പ്രശ്നമാണ്. It is not the problem of my wife, my parents, or my children. It is my problem. ഇതേ എന്നെ കൊണ്ട് വേറൊരിടത്ത് പോയിക്കേ ഇതിൽ തരികയാണ്. If I had been placed into some other family, it would have been more difficult than the current situation. ഈ ചിലരുണ്ട്, ഒരു കല്യാണം ഒഴിഞ്ഞിട്ട് അടുത്ത കല്യാണം പോകും, അത് ഒഴിയും, അത് കഴിഞ്ഞ് അടുത്തത് പോകും. ഈ സെലിബ്രേറ്റഡ് ലൈഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എവിടെ പോയാലും ശരിയാക്കില്ല, അല്ലേ? എന്തുകൊണ്ടാണ് ശരിയാകാത്തത്? ശരിക്കും പ്രശ്നം എന്താണ്? The people, sometimes we see that people divorce in a marriage, they do it once, twice and thrice. They are thinking that it's a problem with the marriage, but the problem is within them. So some people get tired of and there is a lot of expense. ഇതേ അവസ്ഥയാണ് നാം ഇതിനെ അഴിച്ചു നോക്കിയാൽ. പക്ഷെ ദൈവം പറയാ, ദൈവ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നീ ജീവിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. The word of God says if you obey the covenant of God and God will bless you. Praise the Lord. സഹിക്കാൻ കഴിയാത്ത അമ്മായിമ്മയാണോ നീ സഹിക്കുക, ദൈവസ്ഥലത്തിന്റെ വിഷയത്തെ പറ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. If you have a mother-in-law which you cannot tolerate, you tell it in the presence of God. God will provide us. ഒരു രീതിയിലും ഗതിപിടിക്കാത്ത, ഒരു രീതിയിലും സഹായിക്കാത്ത, കുത്തുവാക്ക് മാത്രം പറയുന്ന വരുമ്പോഴാണോ ദൈവസ്ഥലത്തിന്റെ വിഷയത്തെ പറ. ദൈവം വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയെ കീഴടങ്ങി നീ ഇരിക്കുക, അതിനകത്ത് കുലുക്കൊപ്പിക്കാതെ, നിന്റെ രീതിയിൽ കാര്യത്തെ പരിഹരിക്കാതെ ദൈവസ്ഥലത്തിലേക്ക് എത്ത്. നിന്നെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ട് നിന്റെ ഏതൊക്കെയോ ഭാഗം രൂപപ്പെടുവാനുണ്ട്. അതുകൊണ്ട് അവന് ഇങ്ങനെയുള്ള ഭർത്താവിനെ തന്നത് നിന്റെ ജീവിത മേഖലയിൽ നിനക്ക് രൂപപ്പെടുവാനുണ്ട്. കർത്താവിന്റെ കരത്തിൽ ചലിക്കുവാൻ ഈ ഭാര്യ നിനക്ക് വന്നേ മതിയാകൂ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. ഒരുപക്ഷെ നിന്റെ ചോയ്സ് ആയിരിക്കാം, ദൈവത്തിന്റെ കരമുണ്ട്. So what we must understand is that God has kept the people in our life so that we should be corrected in many ways, and it is coming under the plan of God. You might have chosen those relationships, but God's authority is over that plan. ദൈവത്തിന് നമ്മെ രൂപപ്പെടുത്തുവാനുള്ളതുകൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ രൂപപ്പെടുത്തലിന്റെ അച്ചുകളാണ് നമ്മുടെ ബന്ധങ്ങൾ. Our relationship has been kept for us to be molded according to the plan of God, and these our relationship in our family is the mold by which we can be molded. മൈദാമാവ് പഠിച്ചു വെച്ചിട്ട് ഇതിനൊരു മോൾഡ് ഉണ്ട്, ഏത് മോൾഡിൽ ഇറക്കുന്നോ ആ ഷേപ്പ് വരും, അല്ലേ? So we have flour which is ready to be molded, and we have got different molds by which we can shape. ഏത് മോൾഡിൽ ഇറങ്ങി വന്നാലും ഇതിന്റെ രുചി ഒന്നാ, പക്ഷേ ഷേപ്പ് വ്യത്യസ്തമായിരിക്കും. The taste is similar for whatever we are creating, but the shape is different. ദൈവത്തിന് തന്നെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹമുള്ള കുശവനികൾ കളിമണ്ണ് പോലെ അപ്പൻ ആഗ്രഹമുള്ള മാനപാത്രത്തിന്റെ രൂപത്തിലാക്കുവാനാ നിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നീ ആ കുടുംബത്തിലൂടെ, ആ ബന്ധങ്ങളിലൂടെ, ആ അപ്പനിലൂടെ, ആ അമ്മയിലൂടെ, ആ ഭാര്യയിലൂടെ, ആ ഭർത്താവിലൂടെ, ആ മക്കളിലൂടെ, ആ അങ്കിലൂടെ, ആ ആന്റിയിലൂടെ ഇതെല്ലാം സഹോദരത്വം ചെയ്യുമ്പോഴാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തെളിയുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാ. അതിനെ ബഹുമാനിപ്പാൻ, അതിനെ കീഴടങ്ങിയിരിക്കുവാൻ നീ സമർപ്പണത്തോടെ ജീവിച്ചാലേ നിന്റെ
നിന്റെ ജീവിതം വിജയകരമാകത്തുള്ളൂ, ശുഭകരമാകത്തുള്ളൂ. God has kept us in the family, with a husband, with a wife, with father and mother and children, so that we are molded according to this as a pottery is molding us. And if we give ourselves under the authority of God, we will be blessed as per the will of God. ഇതിനകത്ത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠകരമായതാ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. One of the most beautiful things Apostle Paul has said is that honor your father and your mother. അവരൊക്കെ സെൻസ്ലെസ് ആയിട്ട് കാര്യങ്ങളും നിന്റെ ലോജിക്കിൽ നിരക്കാത്തതും നിനക്ക് ഉള്ളിൽ തീ വരുന്നതൊക്കെ പറയും. കുഴപ്പമില്ല, നീ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇതിലും വെളിപ്പെട്ട കാര്യം നീ പറഞ്ഞ പൗലോസ് സഹിച്ചില്ലേ? So many times we think that our parents are saying the things which are not having any logic, but we should not forget that when we were young as a child, we used to say the things more foolish than that. എന്നെ കൊച്ചിലൊക്കെ ഫണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചാടിന് ഇഷ്ടപ്പെടത്തില്ല. അവൾ പറയും എന്തുവാണ് അങ്ങനെ ചോദിക്കുന്നത് പറയും. ഞങ്ങൾ നീ ഇതിൽ കഷ്ടമായി ചോദിച്ചിരുന്നല്ല, ഞാൻ സഹിച്ചു, ഇവനെ സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനായി ഞാൻ പറയുള്ളൂ. So I'll ask some questions, very funny question to Pastor. So Sharon corrects him. So Pastor says that you have been asking much more foolish questions than Aaron. So it is up to me to correct him. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ സഹിച്ചില്ലേ? Dear ones, our parents have suffered us. അവരൊക്കെ പറഞ്ഞാൽ നീ എന്ത് പൊട്ടത്തിലായി അമ്മ പറഞ്ഞു. ഇത് കേട്ട് അവർ ചിരിച്ചതേ ഉള്ളൂ. സ്വന്തം നീയും ഒരു സമയം കഴിയുമ്പോൾ ഇതൊക്കെ കേൾക്കണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഉപ്പോളം വരത്തില്ല ഉപ്പിലിട്ടത്. ഹല്ലേലൂയ. One thing we must remember that we might not be able to come to the level of our parents. ഒരിക്കലും അവരുടെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ അനുഭവത്തോടെ നമ്മൾ വരത്തില്ല. We will not stand up to their experiences in their പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാനോട് പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന ബന്ധത്തിന്റെ വ്യവസ്ഥ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയാണ്. Dear children of God, let me tell you this: if you're not able to honor your father and mother, and you're not able to stand under the covenant which God has kept for you, then it will be difficult for you to be in the presence of God. നിങ്ങൾ മനസ്സിലൊക്കെ പിടിച്ച് കുറച്ചാളൊക്കെ നിൽക്കും, പക്ഷെ ഒരു ദിവസം നിന്നെ മുട്ടാടും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്നെ കരം ബലപ്പെടത്തില്ല. നീ ആടി ഉലയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെല്ലുവിളിച്ചോണ്ടാണ് ജീവിച്ചത്, നിന്റെ പാടിപ്പോവും. We might be able to resist our parents for some time because we are physically able, but one day will come that God is able to correct us and God will be bringing us back. ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് എതിരെ നിൽപ്പാൻ നമുക്ക് ആർക്കും ഇടവരരുത്. Let God give us the grace that we should not stand against the covenant which God has kept. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, this is a command with a promise. I hear the word of God says this is a commandment with a promise. Praise the Lord. വാഗ്ദത്തത്തോട് കൂടിയ ആദ്യ കൽപ്പന. എന്താണ് ഇതിലെ വാഗ്ദത്തം? This is the first commandment with a promise. What is a commandment? ഈ വാഗ്ദത്തം ഇത്രേ ഉള്ളൂ, a life of അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. ഇതേ ഉള്ളൂ അതിന്റെ വാഗ്ദത്തം. What is a promise? A blessed life. That's it. നമ്മൾ പറയും രസം കൊല്ലികളായവര് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളോട് പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല, തനിയെ തെറ്റിൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, ഈ അപ്പനും അമ്മ ഇങ്ങനൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ രസം കൊല്ലികളല്ല. അതൊക്കെ സംഭവിക്കും, പക്ഷേ നിനക്ക് അനുഗ്രഹം വേണോ രസം വേണോ? So the question is, do you want a blessing or do you want fun? Your parents might not be let you do the fun. Yeah. നമ്മുടെ ഫൺ കില്ലിംഗ്. These people are killers of my fun. അവർ രസം കൊല്ലികളാണെന്ന് നമ്മൾ പറയുമ്പോൾ തമ്പുരാൻ പറയാ, രസം കുറഞ്ഞിരുന്നാ മതി, രസത്തെക്കാൾ വാല്യുള്ള സാധനമാണ് അനുഗ്രഹം. So many times we say that our parents are killers of our fun, but God is saying even if it is less fun, much more valuable is a blessed life. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, the first commandment, honoring parents, is the first of the 10 commandments that is directly tied to a promise of the ദൈവിക അനുഗ്രഹത്തെ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ കൽപ്പനയാ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനുള്ളത്. So honor your father and mother. This is the first commandment with a promise. Praise the Lord. Hallelujah. സഹിപ്പാൻ കഴിയാത്ത വിഷയങ്ങളെ നീ കൊണ്ടുവരേണ്ടത് ദൈവസന്നിധിയിലാണ്.
the points or the troubling things which you should bring is in front of our ദൈവം Lord. വഴികൾ അടയ്ക്കുന്നത്, ദൈവം പ്രതികൂലം ഉണ്ടാക്കുന്നത്, ദൈവം നമുക്ക് ഹൃദയത്തിൽ വേദനയും പ്രയാസവും ഉളവാക്കുന്ന പലതും കൊണ്ടുവരുന്നത് നമ്മളെ തകർത്ത് കളയാനല്ല, നാം ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി. God brings us problems in our life, and the things which are not according to our heart, God is bringing in our life is not to break you, but to bring you towards God's path. Praise the Lord. പ്രിയമുള്ളവരെ, ദൈവത്തിന് ആളുകളെ മാറ്റാൻ കഴിയും. God can change people. ഹല്ലേലൂയ. ദൈവത്തിന് വഴിതിരിച്ചുവിടാൻ കഴിയും. ദൈവത്തിന് വഴിതിരിച്ചുവിടാൻ കഴിയും. God can turn the path of people. പലരുടെയും രൂപാന്തരത്തിന് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ, many people have to be changed, and God is desiring us to be used for that change. നമ്മുടെ വഴി തെരഞ്ഞെടുക്കുന്ന പലരും ഗുണപ്പെടാറുള്ളത്. നമ്മളുടെ രീതി തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് we choose our own way to correct others. അതുകൊണ്ടാണ് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം ഇല്ലാതിരിക്കുന്നത്. Many people don't get transformation because we are choosing our own way to change that. ഒരിക്കലും മാറ്റം വരുന്നില്ല. That will never happen. That transformation will never happen. നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒറ്റ വ്യക്തി ഈ ലോകത്തുള്ളൂ. The only one person is there in this world who can be transformed by ourselves. 21 ദിവസം ഉപവാസ പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്ന കാര്യമില്ല പറയുന്നത്, ഒരിക്കലും നടക്കത്തില്ല. നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒറ്റ വ്യക്തി നമ്മൾ മാത്രം. Only God can, only one person can change ourselves. That is us. നമുക്ക് മാത്രമാണ് കഴിയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് ഭാര്യ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഭർത്താവ് മാറുന്നു, അല്ലെങ്കിൽ ഭർത്താവ് സ്ട്രിക്റ്റ്, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഉള്ളിൽ സ്ഥായിയായ മാറ്റം, യഥാർത്ഥ മാറ്റം, the drastic change, രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്ക്, അത് സംഭവിക്കണമെങ്കിൽ ദൈവത്താലെ നടക്കൂ. ദൈവത്താൽ നടക്കണമെങ്കിൽ നാം വിചാരിക്കണം. And the true transformation which has to be happen, it can only be happen through God, and God has to work in our life if we have to submit ourselves unto God. ദൈവമല്ല ദൈവം നമുക്ക് മാറ്റാൻ, നമ്മളെ തന്നെ മാറാൻ അവസരം നൽകുന്നു. നാം മാനസാന്തരപ്പെടുമ്പോഴാണ് ദൈവം അതിനെ അനുഗ്രഹിക്കുന്നത്. God gives us opportunity for us to transform, and when we are transforming, then that is how we are changing ourselves. ബ്ലെസ്സിങ്ങിനകത്തുള്ള ഒന്നാ സ്തോത്രം, ഹല്ലേലൂയ, പറയുന്നത് you may live long in the land. If the promise says that you may live long in the land, ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെ ബഹുമാനിക്കുക. one of the phrases in the promise says that you may live long in the land, you honor your father and mother. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ പ്രോമിസും ഈ കമാൻഡും തമ്മിൽ കണക്ഷൻ ഉണ്ട്. There is a connection between the promise and the commandment. Obedience to earthly authority. ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളെ, ദൈവം വെച്ചിരിക്കുന്ന, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന അധികാരങ്ങളെ നീ അനുസരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ദൈവം നേരെയാണ്. The obedience to the earthly authority as the God has ordained it is a foundation principle for a life lived in a way that receives His blessing. എനിക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ ചെറുപ്പക്കാരാ, പ്രായമുള്ള മാതാവിനെ കുറിച്ച് പോകാം. We have young people in this church, and the old people are less. ഇവിടെ കുഞ്ഞുങ്ങൾ, ടീനേജർമാരുടെ കുഞ്ഞുങ്ങളുണ്ട്. We have got teenage children over here. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം, ദൈവസന്നിധിയിൽ നമ്മുടെ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. Dear all, let me tell you this one thing. If you have ever hurt your parents in some moment of your life, you should be able to have a good conscience with that. You should come to agreement to that. Disagreements അല്ലേ നിങ്ങൾ തമ്മിൽ disagreements ഉണ്ടാകാൻ ബന്ധം നേരെ പോകണം, ബന്ധങ്ങൾ നേരെ പോകണം. അല്ലെങ്കിൽ ഇവിടെ കുഴപ്പം അറിയാമോ, നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെടുന്ന പുറമേ തോന്നിയാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല. So I'm not talking about the disagreement, but as a family, when we are going ahead, we might see that we are blessed very well, but it is just external blessing, but within the family it is not a blessing. Praise the Lord. Respect എന്ന വാക്കിന് നാം വിചാരിക്കുന്നതിലൊക്കെ ഒത്തിരി അപ്പുറമായ അർത്ഥമാണ്. The word respect has got much more deeper meaning than we understand. Praise the Lord. നമ്മേക്കാൾ കൂടുതൽ മറ്റൊരു വ്യക്തി എന്നെ താഴ്ത്തി മറ്റൊരു വ്യക്തിയെ എന്നേക്കാൾ ഉയർത്തുമ്പോഴേ റെസ്പെക്ട് എന്നുള്ള കാര്യം അത് പൂർത്തിരിക്കുന്നു. Respect only comes when we humble ourselves and we raise the other person to the next level. Then only the respect comes into the picture. അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. The word of God says regarding neighbor, you love your neighbor as yourself. Yeah. ഫ്രണ്ട്, നമുക്ക് ഫ്രണ്ടിനെ നമ്മളെ പോലെ ഫ്രണ്ടിനെ സ്നേഹിക്കാം, പക്ഷെ അപ്പനെ അമ്മയെ കുറിച്ച് പറയുന്നത് ബഹുമാനിക്കാം. We can love our friend as ourselves, but regarding parents, the father and mother, it says that to honor them. ഇന്നത്തെ കാലത്ത് അപ്പൻ മക്കളുടെ കല്യാണം കഴിഞ്ഞ അപ്പനോ മാറിയ കല്യാണം കഴിക്കുന്നത്.
So in today's world, parents are staying away, and they are after the marriage they do it by themselves. ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോഴേ അപ്പനമ്മ അതിന് കാണുന്നത്. പ്രിയമുള്ളവര്, ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അതിനെ അപ്രൂവ് ചെയ്യുന്ന പാസ്റ്റർമാർ പോലും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വ്യവസ്ഥ അതല്ല. ദൈവത്തിന്റെ വ്യവസ്ഥ യു ഹാവ് ടു റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ മുകളിൽ. റെസ്പെക്ട് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. നമ്മേക്കാൾ മുകളിലായി നാം കൺസിഡർ ചെയ്യുമ്പോഴേ റെസ്പെക്ട് വരത്തുള്ളൂ. അവരെ ഒരിക്കലും ചവിട്ടി തേക്കരുത്, അവരെ ദുഃഖിപ്പിക്കരുത്, അവരെ നിന്ദിക്കരുത്. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും വിലയും കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സകല താളപ്പഴയും തെറ്റും. നീ എത്ര അനുഗ്രഹിക്കപ്പെട്ടാൽ. We as children should be able to respect our parents. That means we have to keep them in a pedestal instead of bringing them down. And if you are not doing that, we will end up in trouble. ഒരു കാര്യം പറയുന്നത്, പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ താമസിച്ചു. പലപ്പോഴും അപ്പനെ അമ്മയെ നിന്നിച്ച് അപമാനിച്ചും ദുഷിച്ചും വഴി പറഞ്ഞും അവരുടെ കുട്ടികളെ മാത്രം പറഞ്ഞും അവരുടെ ജീവിതം കഴിഞ്ഞു പോകും. ഇതിന്റെ കാര്യമുണ്ട്, നമുക്കും പിള്ളേർ വളർന്നു വരുന്നോണം. One thing we must understand, that when we talk bad about our parents and when we disobey them, we must understand one thing: we are also growing old and we also have children. ഇതെല്ലാം കഴിഞ്ഞ് അവർ മൺമറഞ്ഞു പോയി. നമുക്ക് പരിഹാരം പിന്നീട് പലപ്പോഴും നമുക്ക് മനസ്സിലായി നമ്മൾ തെറ്റായിരുന്നു, നമുക്ക് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. നിന്റെ മക്കളിലൂടെ നീ ആ അനുഗ്രഹം, ആ ദൈവം കണക്ക് തീർത്ത് നിനക്ക് നൽകിയിരിക്കും, യാതൊരു സംശയം. Our God will be able to close the account through your children, so that the respect which you could not give to your parents, God will be able to check that out. അപ്പന് വീട്ടിൽ അപ്പന്റെ സ്ഥാനം, Or we should give our father the place of father. അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, Give the mother's place. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, We should give a wife's place. ഭർത്താവിന് ഭർത്താവിന്റെ സ്ഥാനം, Give the respect to the husband at the husband. സഹോദരന്റെ സ്ഥാനം, Same with brother. സഹോദരിക്ക് സഹോദരന്റെ സ്ഥാനം, For sister also keep മക്കൾക്ക് മക്കളുടെ സ്ഥാനം. For children, keep them at the right place. ഇതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം, ക്ലാസ് എടുത്തു തരാം. ഈ ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനം എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്ന് അത് വേദപുസ്തകത്തിൽ വ്യക്തമായി സംശുദ്ധമായി ക്ലാരിറ്റിയോടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആ സഹോദരൻ ചെയ്യേണ്ടതെന്ന് അത് പ്രമാണിച്ച് ജീവിക്കാൻ ഒരു ദൈവവചന ബാധ്യസ്ഥന. അല്ലാതെ കാശ് ഉണ്ടാക്കി ഇവിടുത്തെ രീതി കുറച്ച് അടിച്ചുപൊളി ജീവിക്കേണ്ട കാര്യമില്ല. ദൈവം വെച്ച വ്യവസ്ഥ പാലിച്ച് വേണം ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും നീ അനുഭവിക്കാൻ. If you are not able to understand the relation which we have to follow within the family, you can ask me personally. The word of God is very clear in the context of the family, how to maintain the family. Praise the Lord. എന്റെ ശാലികത്തുള്ള ദൈവസഭയോട് ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. തോന്നിയതുപോലെ ജീവിക്കാനല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടടുത്ത് അതത് സമയത്ത് ക്രമീകരണങ്ങൾ വരുത്തി, ക്ഷമിക്കേണ്ടത് ക്ഷമിച്ച്, സഹിക്കേണ്ടത് സഹിച്ച്, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താഴ്ന്ന് നീ ജീവിച്ചാലേ നീ നിത്യത കാണത്തുള്ളൂ. അല്ല ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഹല്ലേലൂയ. Dear children of the Church of God, let me tell you one thing: it is not for us to live our life the way we want, but there are areas in our life which has to be corrected and bring forth in the presence of God, and so that our family goes well ahead. മോശമായ വാക്കുകൾ മാതാപിതാക്കൾ ഉപയോഗിക്കരുത്. Do not use wrong words against your parents. ശബ്ദം ഉയർത്തി മാതാപിതാക്കളോട് Do സംസാരിക്കരുത്. not raise your voice against your നിങ്ങളുടെ parents. കുഞ്ഞുങ്ങൾ അത് കാണരുത്. Your children should not see doing that. Praise the Lord. അത് വലിയ കെട്ടിവെപ്പാണ്. It is a great bondage. അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത് ഭവനത്തിനകത്ത്. Do not use uncultured words in the ദേഷ്യം house. വരും, കോപം വരും. അസഭ്യമായ വാക്കുകൾ, നിഷ്ഠയില്ലാത്ത വാക്കുകൾ വീടിനകത്ത് ഉപയോഗിക്കരുത്. അത് ശാപമാണ്. ഹല്ലേലൂയ. Do not use uncultured word within the house, because that will be a curse unto you. നിങ്ങൾ വളർന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. ഒരു ദൈവവൈതലായിരുന്നു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ. ആവശ്യമില്ലാത്ത വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരരുത്. വന്നാൽ അതിന് അന്തര ക്രമീകരണം വരുത്തിക്കോണം. ഹല്ലേലൂയ. അത് പറയരുത്. അത് ശാപമാണ്, അനുഗ്രഹമല്ല. You might be brought up in a different situation, but you are not able to control your tongue, or the words you are saying is not according to the word of God. You should do some correction in your life, and you should bring peace in the family. പാസ്റ്റർ കേൾക്കുന്നില്ലായിരിക്കും, കമ്മിറ്റിക്കാർ കേൾക്കുന്നില്ലായിരിക്കും, മറ്റാരും കേൾക്കുന്നില്ലായിരിക്കും. പാസ്റ്റർ കേട്ടാലും ചിലപ്പോൾ ഒരു വിഷയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോണം. ദൈവസന്നിധിയിൽ ദൈവം ഇതെല്ലാം കുറിച്ചിടും. ഹല്ലേലൂയ. ദൈവസന്നാമാരും ഒരു ദിവസം അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കാൻ ഇടവരരുത്.
ദൈവസന്നിധിയിൽ ക്രമീകരണം വരുത്തേണ്ട സമയത്ത് ക്രമീകരണം വരുത്തി മുന്നോട്ട് പോകുവാൻ എന്റെ സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ന്യായവിധി സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അഗ്നി നരകത്തിന് യോഗ്യനാണ് മൂഢാൻ വിളിക്കുന്ന ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ നാക്കുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ ദൈവഹിത പ്രകാരമുള്ളതായി മാറണം. Dear children of God, our words and the tongue which we use and our attitude should be according to the will of God. And if it is not happening and we have said the words which have hurt somebody, we should be able to come to a correction and come to become there should be a peace between us. മക്കളെ, നിങ്ങളുടെ അപ്പന്മാരെ കർത്താവിനെ അനുസരിപ്പിക്കുക. Children, obey your parents in the Lord. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറയാൻ പോവുക. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിതയ്ക്കുന്നത് നാം കൊയ്യും. One thing we must not forget that whatever we sow, the same thing we are going to reap. പലപ്പോഴും നമ്മളല്ല വിതയ്ക്കുന്നത്, ഈ സാത്താൻ വിതയ്ക്കുന്നതാണ്. It is not which we are sowing it, but it is the devil who is sowing it. ഈ സാത്താൻ ഭയങ്കര ക്ഷമയുള്ളതറിയോ? The devil has got great patience. നമ്മളൊരു കരിയാപ്പിന്റെ തൈ നട്ടു കഴിഞ്ഞാൽ അത് ഒരു വർഷം കഴിയുമ്പോൾ ഇത്ര ഹൈറ്റ് വരണം നമുക്കൊരു കണക്കൂട്ടുണ്ട്. വന്നില്ലേ നമുക്ക് വിഷമം. When we are planting a curry plant, we have the expectation saying that it should be of this height after 1 year. We say that there is nothing good in it. You know how the Satan works. So he's happy if he's sowing something now, and after 10 years he's getting he's reaping it. He's happy about that. If you allow devil or Satan to sow the seed in the high school during the time of the high school, the Satan you might be allowing Satan to sow the seeds in your heart. During the young days, you're able to have bitterness in your heart. The bitterness which has been sown in the heart when they were young, it has become the diseases which cannot be. So the Satan knows the correct time when to bring it out. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തെങ്കിലും ദൈവഹിതമില്ലാത്തത് മനസ്സിന്റെ അഗാധങ്ങളിൽ കുഴിച്ചപ്പെടപ്പെട്ട പോയിട്ടുണ്ടെങ്കിൽ അതിനെ വേരോട് പിഴുതെറിയുവാൻ, അതിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ദൈവസ്ഥലിൽ ക്രമീകരണം പ്രാപിച്ച് നിന്റെ ജീവിതം നേരെയാക്കി മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുക. Dear children of God, if there is any such seeds in your heart which has been planted, I would request you to pluck it out as with the root, so that it is not and you have a correct heart in the presence of God. Let us close our eyes. Let us respect each other in our lives. May God give us the grace to respect each other. Praise the Lord. There might be things which we disagree with, which we don't like, and God should help us to handle the situation respectfully. Praise the Lord. Hallelujah. Respect. ബഹുമാനിക്കുക. ഇഷ്ടമില്ലാത്തതുകൊണ്ടാകാം ബഹുമാനം കൈവിടരുത്. We might be having situations when there is disagreement and we do not like certain things, but the respect should continue. ബഹുമാനം കൈവിടരുത്. ബഹുമാനം Do not leave the respect. ഹല്ലേലൂയ. ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ ദൈവത്തിന് സമർപ്പിക്കുക, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എനിക്കറിയാം ഈ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും ഒരുപക്ഷെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവദാസനാ പറഞ്ഞത്, ഞങ്ങളെ അധികാരപ്പെടുത്തി ദൈവത്തിന്റെ ദാസനാ പറഞ്ഞത് എന്നുള്ള ഒരു ചിന്തയോടെ ഇതിനോട് വിധേയപ്പെടുന്ന ദിവസങ്ങളിൽ ഇതനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസം അടിയങ്ങൾക്ക് പ്രതിസന്ധിയിലായിരിക്കാൻ ദൈവം കൃപയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സമയങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അടിയങ്ങൾക്ക് നല്ല സംഗീതത്തെ തന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഭാര്യനെ ആരാധിപ്പാൻ ഞങ്ങൾ ഇടയാക്കല്ലോ. കർത്താവിന്റെ ദാസനായി വിലപ്പെടുത്തിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാഠവാക്യങ്ങളെ ദൈവത്തിന് അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. ഞങ്ങളെ ആവശ്യം സൂക്ഷിച്ചോളണമേ.
ദൈവ കൃപയിൽ പൊതിഞ്ഞു കൊള്ളണമേ. ദൈവനാഥനോട് വളർന്നു വരുവാനുള്ള കൃപ കൊടുത്തവരെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെയായി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളെ ദൈവം അറിഞ്ഞ് അവരുടെ ആഗ്രഹത്തിന്മേൽ ദൈവം പ്രസാദിച്ച് എന്തെങ്കിലും അവരുടെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ കർത്താവിന്റെ സമയം സമർപ്പിച്ച് ദൈവജന പ്രകാരം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ, വചനാനുസരണം കർത്താവിന്റെ ഇതം പോലെ കർത്താവെ ആയിത്തീരുവാനുള്ള കൃപ ഞങ്ങൾ തന്നാട്ട് അതിനായി ആകർഷണ വലയത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമേ. ദൈവ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം കീഴ്പ്പെട്ട് അന്യോന്യം അനുസരിച്ച് ദൈവം പറയുന്നത് പോലെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നന്ദിയോട് സ്തോത്രം. അതിനായി ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സഭയായി ഞങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കാഴ്ചയുടെ ദൈവത്തിന്റെ കാഴ്ചകളിലായി അവിടുത്തെ കർത്താവെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളായി ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങൾ എവിടെയായിരുന്നാലും കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാഴ്ചയോടെ ഞങ്ങളായിരിക്കാൻ അവിടുത്തെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓരോരുത്തരെയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ട്, കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ട്, നിമിഷം തോറും ഞങ്ങളെ പരിപാലിച്ചാട്ട്, സകലത്തിലും എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളോട് അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാം അടിയാരെ യഹോവയെ മനസ്സലിയുടെ മഹോന്നത പരിധി വന്ദനം നിനക്കാമേ. അമേൻ. മനസ്സലിയുടെ മഹോന്നത പരിധി വന്ദനം നിനക്കാമേ. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസർഗ സഹവാസം കൂട്ടായ്മയ്ക്കാവരും നമ്മോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിവസങ്ങളിലെ അവരോടും ലോകമായുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു മുഖാന്തരം പകൽക്കാലം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.